മാതാവിൻ്റെയും യേശുവിൻ്റെയും ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് ബൈബിളും കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റി, മരിച്ചവരെ ഉയർപ്പിച്ചു, തളർവാദ രോഗികളെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, എല്ലാം ചെയ്ത യേശുനാഥനെ എന്തുകൊണ്ട് എൻ്റെ മകനെ മാത്രം സൗഖ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് യേശുവിനും ഒരു നിമിഷം വിചാരിച്ചാൽ മതി എൻ്റെ മകന് സൗഖ്യം ലഭിക്കാൻ. ഞാൻ അതുവരെ ചൊല്ലിക്കൊണ്ടിരുന്നത്, ഞാൻ എപ്പോഴും ബൈബിളിലെ വാക്യം എടുത്താൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മനുഷ്യനെ കൊണ്ട് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളതാണ് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് രാവിലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവന് വിഷമത്തോടു കൂടി ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവന് ഉടമ്പടി തൈലം ചെവിയിലിട്ട് കൊടുത്തിട്ട് അന്നേ ദിവസം രാവിലെ എൻ്റെ മക്കൾ എണീറ്റത് 8:30 മണിക്കാണ്. അവർ രണ്ടുപേരും കൂടി നല്ല വഴക്കായിരുന്നു രാവിലെ എണീറ്റതിന് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കട്ടിലിൽ തന്നെ കിടന്നോ എന്ന് പറഞ്ഞു. അവസാനം അവൻ ഈ ശകാരിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് ശകാരിച്ചു, രണ്ടുപേരും കൂടി വഴക്കൂടിയുണ്ട്. അങ്ങനെ അവൻ കട്ടിലിൽ തന്നെ കിടന്നു. അവിടെ കിടന്ന് തന്നെ അങ്ങ് ഉറങ്ങി, വീണ്ടും ഉറങ്ങി. 9:45 ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. ആ 9:45 കഴിഞ്ഞ് 10:45 ആയപ്പോൾ എൻ്റെ ഭാര്യ ഒരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എണീറ്റു, അവന് ചെവി കേൾക്കാം, പൂർണ്ണ സൗഖ്യം കിട്ടിയതുപോലെ അവന് ചെവി കേൾക്കാം, നന്നായിട്ട് ചെവി കേൾക്കാമെന്ന്.